Good morning to all. Today I am going to discuss transfer of title by non-owners. ആരാണ് നോൺ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു പ്രോപ്പർട്ടിയുടെ ട്രൂ ഓണർ അല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ നോൺ ഓണേഴ്സ് എന്ന് പറയുന്നത്. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓണർഷിപ്പ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ നോൺ ഓണേഴ്സ്, അതായത് ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ അല്ലാത്ത ആൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ A general rule relating to transfer of title is that no one can give that which he has not got. അതായത് ഒരു ഇൻഡിവിജ്വലിന് കിട്ടാത്ത സാധനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവരുദ്ദേശിക്കുന്നത് ഓണർഷിപ്പ് ഇല്ലാത്തത് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. That is, one who can give to another person a title better than what he himself has. അതായത് ഒരാൾക്ക് അയാളുടെ കൈവശമുള്ള ഓണർഷിപ്പിനേക്കാളും ബെറ്ററായിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് ഓണർഷിപ്പ് കയ്യിലുള്ളത് മാത്രമേ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇഫ് ദ സെല്ലർ ഈഫ് എ തീഫ്, then the buyer will also be treated as a thief in connection of goods purchased. നമ്മൾ ഗുഡ്സ് പർച്ചേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെല്ലർ തീഫാണെങ്കിൽ ബയറും എന്തായിരിക്കും? തീഫായിരിക്കും. കാരണം സെല്ലറിൻ്റെ പ്രോപ്പർട്ടി അല്ല സെല്ലർ സെയിൽ ചെയ്തേക്കണേ. അപ്പോൾ സെല്ലർ തീഫായിരിക്കും. അപ്പോൾ സെല്ലറിൻ്റെ അല്ലാത്ത പ്രോപ്പർട്ടി വാങ്ങുന്ന ബയറും എന്തായിട്ട് തീരും? തീഫായിട്ട് തീരും. ഈ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ നോൺ ഓണേഴ്സിൽ ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ ഓണർഷിപ്പ് മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നോൺ ഓണേഴ്സിൻ്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ആയിരിക്കും. അത് വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ്. ഇനി ഈ റൂളിന് ചില എക്സംഷൻസ് ഉണ്ട്. അതായത് സെയിൽ അണ്ടർ ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് ഓണർ ഓർ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ. സെക്കൻഡ്, സെയിൽ ബൈ മർക്കൻറ്റേബിൾ ഏജൻറ്റ്. തേർഡ്, സെയിൽ ബൈ വൺ ഓഫ് ദ ജോയിൻ്റ് ഓണേഴ്സ്. ഫോർത്ത്, സെയിൽ ഓഫ് ദി ഗുഡ്സ് ഒബ്റ്റെയിൻഡ് അണ്ടർ എ വോയിഡ് എഗ്രിമെൻറ്റ്. Fifth, sale by the seller in possession of goods after sale. Sixth, sale by the buyer in possession after sale. Seventh, resale by an unpaid seller. Eighth, sale under provisions of other acts. നമുക്കിനി ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ്, സെയിൽ അണ്ടർ ദി ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് ദി ഓണർ ഓർ ദ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ. When the owner by his conduct or by an act lead to the buyer believe that the seller has the authority to sell, then subsequently he may be stopped from denying the seller's authority to sell. അതായത് ഒരു സെല്ലർ, ട്രൂ ഓണർ ബയറിനെ വിശ്വസിപ്പിക്കുകയാണ് വേറൊരു ഇൻഡിവിജ്വലാണ് അതിൻ്റെ ട്രൂ ഓണർന്ന്. And then subsequently he may be stopped from denying the seller's authority to sell. അങ്ങനെ വിശ്വസിപ്പിച്ചിട്ട് അയാളെ വിൽക്കാനായിട്ട് അനുവദിക്കുകയാണ്, അയാളെ സ്റ്റോപ്പ് ചെയ്യണില്ല. നോൺ ഓണറിനെ ഓണറാണെന്ന് വിശ്വസിപ്പിച്ച് ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, A is the owner of certain goods. A act in such a manner that Y induced to believe that the goods belonging to Z, and Y the goods from the Z on that behalf. Here Y acquires the good title as A is stopped from denying Y authority to sell. ഈ എക്സാമ്പിൾ പറയുന്നത് എ ആണ് ശരിക്കും ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ. വൈ ആണ് ഇത് വാങ്ങാൻ വന്ന ആൾ. വൈയോട് അയാളുടെ ഇംപ്ലൈഡ് അതോറിറ്റി വഴി അയാൾ വൈനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ദ ഗുഡ്സ് ബിലോങ്ങിങ് ടു ഇസഡ്. എ അല്ല അതിൻ്റെ ട്രൂ ഓണർ, അതിൻ്റെ ട്രൂ ഓണർ വൈ ആണ്. വൈനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് അതിൻ്റെ ട്രൂ ഓണർ ഇസഡ് ആന്ന് പറഞ്ഞ് വൈനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വൈ ബൈസ് ദ ഗുഡ്സ് ഫ്രം ഇസഡ്. ഇസഡിൻ്റെ ഇന്ന് ആ ഗുഡ്സ് വൈ വാങ്ങി. ഹിയർ വൈ അക്യൂർ എ ഗുഡ് ടൈറ്റിൽ ആസ് എ ഈസ് സ്റ്റോപ്ഡ് ഫ്രം ഡിനൈങ് വൈ അതോറിറ്റി ടു സെൽ. ഹിയർ വൈ അക്യൂർ ദ ഗുഡ് ടൈറ്റിൽ. ഗുഡ് ടൈറ്റിൽ അക്യൂർ ചെയ്യണ ആസ് എ ഈസ് സ്റ്റോപ്ഡ് ഫ്രം ഡിനൈങ്. വൈയുടെ അതോറിറ്റീനെ എന്ത് ചെയ്യണില്ല? സ്റ്റോപ്പ് ചെയ്യണില്ല. ഇതാണ് സെയിൽ അണ്ടർ ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് ദി ഓണർ ഓർ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ. നെക്സ്റ്റ്, സെയിൽ ബൈ എ മർക്കൻറ്റബിൾ ഏജൻറ്റ്.
നമുക്ക് ഏജൻ്റ് ആരാന്നറിയാം. അതായത് പ്രിൻസിപ്പളിന് വേണ്ടി ആക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ഏജൻറ്റുമാരെന്ന് പറയുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ബൈ എ marketable agent gave a better title to purchase even in case where the agent act beyond his authority provide the following conditions are fulfilled. ഒരു ഏജൻറ്റിന് ആ ഗുഡ്സിൻ്റെ ടൈറ്റിൽ അച്ചീവ് ചെയ്യാൻ പറ്റും ഫോളോയിങ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ. ഫസ്റ്റ് കണ്ടീഷൻ, the agent is in possession of the goods or document of title to goods with the consent of the owner. അതായത് ഓണറിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് ആ ഏജൻറ്റിന് പൊസഷന് ഗുഡ്സിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ പൊസഷൻ കിട്ടുന്നത്. The agent sell the goods in ordinary course of business of a mercantile agent. ഒരു മർക്കൻറ്റബിൾ ഏജൻ്റ് ആയിട്ടാണ് ഓർഡിനറി കോഴ്സിലാണ് ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്. Third, the buyer act in good faith and has no notice that the agent has no authority to sell. അതായത് ബയ്യർ ഗുഡ് ഫെയ്ത്തിലാണ്, പർച്ചേസർ ഗുഡ് ഫെയ്ത്ത് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇതിൽ ആക്ട് ചെയ്യുന്നത്. ദ പർച്ചേസർ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹാസ് നോ നോട്ടീസ് ദാറ്റ് ദ ഏജൻറ്റ് ഹാസ് നോ അതോറിറ്റി ടു സെൽ. അങ്ങനെ വിൽക്കാനൊരു അതോറിറ്റി ഇല്ലാത്ത ആളാണെന്ന് ഏജൻറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ പർച്ചേസർ വിശ്വസിക്കുകയാണ് അയാളാണ് ട്രൂ ഓണർ എന്ന്. അതാണ് സെയിൽ ബൈ എ മാർക്കറ്റബിൾ ഏജൻറ്റ്. ഫസ്റ്റ് പോയിന്റ്, ദ ഏജൻറ്റ് ഈസ് ഇൻ പൊസഷൻ ഓഫ് ദി ഗുഡ്സ് ഓർ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി ഓണർ. അതായത് ഓണറിൻ്റെ കൺസെൻറ്റോടുകൂടി ആ പ്രോപ്പർട്ടിയുടെ പൊസിഷൻ്റെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ടൈറ്റിലൊക്കെ കൈവശം വയ്ക്കുക. സെക്കൻഡ്, the agent sell the goods in the ordinary course of business of a marketable agent. marketable agent എന്നുള്ള ഒരു ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിലാണ് ആ ഏജൻറ്റ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ. തേർഡ്, ദ പർച്ചേസർ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹാസ് നോ നോട്ടീസ് ദാറ്റ് ഏജൻറ്റ് ഹാസ് നോ അതോറിറ്റി ടു സെൽ. അയാൾക്ക് വിൽക്കാനൊരു പവറും ഇല്ല എന്നുള്ള കാര്യം പർച്ചേസർ അറിയണില്ല, അയാൾ ഗുഡ് ഫെയ്ത്തിലാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, തേർഡ് പോയിന്റ്, സെയിൽ ബൈ വൺ ഓഫ് ദ ജോയിൻറ്റ് ഓണേഴ്സ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഒന്നിലധികം ഓണേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സെയിൽ നടക്കുക? ഇഫ് വൺ ഓഫ് ദി സെവറൽ ജോയിൻറ്റ് ഓണേഴ്സ് ഓഫ് ദി ഗുഡ്സ് ഹാസ് സോൾ പൊസിഷൻ ഓഫ് ദി ഗുഡ്സ് ബൈ പെർമിഷൻ ഓഫ് ഓണേഴ്സ്. അതായത് ഇപ്പോൾ ഒരു ഗുഡ്സിന്, ഇപ്പോൾ ഒരു ലാൻഡിന് ഒരുപാട് ഓണേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ ഓണേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി ഒരാളെ അത് ഏൽപ്പിക്കുക. അതാണ് പറയുന്നത് ഇഫ് വൺ ഓഫ് ദ സെവറൽ ജോയിൻറ്റ് ഓണേഴ്സ് ഓഫ് ദി ഗുഡ്സ് ഹാസ് ദ സെയിൽ ഓഫ് പൊസിഷൻ ഓഫ് ദി ഗുഡ്സ് ബൈ പെർമിഷൻ ഓഫ് ഓണേഴ്സ്. കൂടെയുള്ള ഓണേഴ്സിൻ്റെ പെർമിഷനോട് കൂടി അയാൾ ഓണറായിട്ട് എടുക്കുന്നത്. ദ പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എനി പേഴ്സൺ ഹൂ ബൈസ് ദം ഫ്രം സച്ച് ജോയിൻ്റ് ഓണർ. ആ ജോയിൻ്റ് ഓണറിനും അതിലുള്ളവരുടെ നിന്ന് ആരുടെ നിന്നാണോ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്, പ്രൊവൈഡഡ് ദ ബൈസ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നോട്ടീസ് ദാറ്റ് ദ സെല്ലർ ഹാസ് നോ അതോറിറ്റി ടു സെൽ. ബയ്യർക്ക് മനസ്സിലാവണില്ല അയാൾക്ക് നല്ല അതോറിറ്റി ഇല്ല എന്നുള്ള കാര്യം ബയ്യർ നോട്ടീസ് ചെയ്യുന്നില്ല. ആ കോർണേഴ്സിൻ്റെ കാര്യം അയാൾ അറിയണമില്ല. അയാൾ ആരെയാണോ ഏൽപ്പിച്ചേക്കുന്നത് അയാളാണ് ട്രൂ ഓണർ എന്ന് വിചാരിച്ച് ബയ്യർ സെല്ലറിൻ്റെ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. നോക്കിക്കോ, ഇഫ് വൺ ഓഫ് ദ സെവറൽ ജോയിൻറ്റ് ഓണേഴ്സ് ഓഫ് ദി ഗുഡ്സ് ഹാസ് ദ സോൾ പൊസിഷൻ ഓഫ് ദി ഗുഡ്സ് ബൈ പെർമിഷൻ ഓഫ് ഓണേഴ്സ്, ബാക്കിയുള്ള ഓണേഴ്സിൻ്റെ പെർമിഷനോടുകൂടി ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എനി പേഴ്സൺ ഹൂ ബൈ ദം ഫ്രം സച്ച് ജോയിൻറ്റ് ഓണർ. അതായത് ആരാണോ വാങ്ങാൻ വരുന്നത് അവർക്ക് ഈ ഒരു വ്യക്തി ആരാണോ ഓണേഴ്സ് സംബന്ധിച്ചേക്കണേ ആ വ്യക്തിക്ക് ഗുഡ്സ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് വിത്തൗട്ട് ദ നോട്ടീസ് ദാറ്റ് ദ സെല്ലർ ഹാസ് നോ അതോറിറ്റി ടു സെൽ. ബയ്യർക്ക് അത് മനസ്സിലാവുകയും ചെയ്യരുത്. അതായത് സെല്ലർക്ക് ബാക്കി കുറേ കോണേഴ്സ് ഉള്ള കാര്യം അയാൾ അറിയുകയും ചെയ്ത് ഇയാളാണ് ട്രൂ ഓണർ എന്ന് വെച്ചുകൊണ്ട് ബയ്യർ ഈ സെല്ലറിൻ്റെ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, സെയിൽ ഓഫ് ഗുഡ്സ് ഒബ്റ്റെയിൻഡ് അണ്ടർ എ വോയിഡബിൾ എഗ്രിമെൻറ്റ്. ഒരു വോയിഡബിൾ എഗ്രിമെൻറ്റിൽ ഒബ്റ്റെയിൻ ചെയ്ത ഗുഡ്സിൻ്റെ സെയിൽ എങ്ങനെയാണ്? When the buyer of the goods has obtained the possession thereof under a voidable agreement, but the agreement has not been resigned at the time of sale, the buyer obtained a good title to the goods provided he buy them in good faith and without notice of the seller's defect of title.
when the buyer of the goods has obtained the possession thereof under a void agreement. void agreementൻ്റെ അണ്ടറിലാണ് അയാൾക്ക് അതിൻ്റെ പൊസഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. ബട്ട് എഗ്രിമെൻ്റ് ഹാസ് നോട്ട് ബി റിസൈൻഡ്. ആ എഗ്രിമെൻ്റ് എന്ത് ചെയ്തിട്ടില്ല, ക്യാൻസൽ ചെയ്തിട്ടില്ല. അറ്റ് ദ ടൈം ഓഫ് സെയിലിൻ്റെ സമയത്ത് ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്ത് കണ്ടില്ല. ദ ബയർ ഒബ്റ്റെയിൻഡ് എ ഗുഡ് ടൈറ്റിൽ ടു ദി ഗുഡ്സ്. ടൈറ്റിൽ നല്ലൊരു ടൈറ്റിൽ അയാൾക്ക് കിട്ടും ബയർക്ക്. പ്രൊവൈഡഡ് കണ്ടീഷൻ ഉണ്ട്, അതായത് ഇഫ് ഹി ബൈ ദം ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നോട്ടീസ് ഓഫ് ദ സെല്ലേഴ്സ് ഡിഫക്റ്റ് ഓഫ് ടൈറ്റിൽ. സെല്ലറിൻ്റെ ആ ഡിഫക്റ്റീവ് ടൈറ്റിലിനെ കുറിച്ച് അറിയാതെയാണ് ബയർ എടുത്തതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഗുഡ്സിൻ്റെ ടൈറ്റിൽ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഒന്നുകൂടി നോക്കാം. വെൻ ദ ബയർ ഓഫ് ദി ഗുഡ്സ് ഹാസ് ഒബ്റ്റെയിൻഡ് പൊസഷൻ ദെയറോഫ് അണ്ടർ എ വോയിഡബിൾ എഗ്രിമെൻറ്റ് ബട്ട് ദ എഗ്രിമെൻറ്റ് ഹാസ് നോട്ട് ബി റിസൈൻഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ, ദ ബയർ ഒബ്റ്റെയിൻഡ് എ ഗുഡ് ടൈറ്റിൽ ടു ദി ഗുഡ്സ് പ്രൊവൈഡഡ് ഹി ബൈ ദം ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നോട്ടീസ് ഓഫ് ദി സെല്ലേഴ്സ് ഡിഫക്റ്റ് ഓഫ് ടൈറ്റിൽ. നെക്സ്റ്റ്, സെയിൽ ബൈ ദ സെല്ലർ ഇൻ പൊസിഷൻ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ സെയിൽ. അതായത് സെയിലിന് ശേഷവും ആ ഗുഡ്സിൻ്റെ പൊസിഷൻ ഈ സെല്ലറുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എക്സംഷൻ വന്നതെന്നാണ് പറയുന്നത്. വെയർ എ സെല്ലർ ഹാവിങ് സോൾഡ് ഗുഡ്സ് കണ്ടിന്യൂസ് ടു ബി ഇൻ പൊസിഷൻ ഓഫ് ദി ഗുഡ്സ് ഓർ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ദി ഗുഡ്സ് ആൻഡ് സെൽ ദം ഐദർ ഹിംസെൽഫ് ഓർ ത്രോ എ മർക്കൻ്റബിൾ ഏജൻറ്റ് ടു എ പേഴ്സൺ who purchased them in good faith and without notice of the previous sale, the buyer get a good title. അതായത് ഒരു സെല്ലറോ അതിൻ്റെ മർക്കൻ്റബിൾ ഏജൻറ്റോ ആ പ്രൊഡക്റ്റ് ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ട്. അയാൾ ഈ സെയിൽ ചെയ്തത് അറിയാണ്ട് വേറൊരു ബയ്യർ ആ ഗുഡ്സ് വാങ്ങണമെങ്കിൽ ദ ബയർ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ. നോക്കാം. വേറെ സെല്ലർ ഹാവിങ് സോൾഡ് ഗുഡ്സ്, അയാൾ ഓൾറെഡി സോൾഡ് ചെയ്തു. കണ്ടിന്യൂസ് ടു ബി ഇൻ പൊസഷൻ ഓഫ് ദി ഗുഡ്സ് ഓർ ഡോക്യുമെൻ്റ് ഓഫ് ദി ടൈറ്റിൽ ടു ദി ഗുഡ്സ് ആൻഡ് സെൽ ദം ഐദർ ഹിംസെൽഫ് ഓർ ത്രോ എ മർക്കൻ്റബിൾ ഏജൻറ്റ്. അയാൾ തന്നെയോ അല്ലെങ്കിൽ മർക്കൻ്റബിൾ ഏജൻറ്റ് വെച്ചോ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാണ്. who purchased them in good faith and without notice of the previous sale, the buyer get the title. പ്രീവിയസ് സെയിലിൻ്റെ കാര്യം അറിയാതെയാണ് ഈ ബയർ ആ ഗുഡ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഗുഡ് ഫെയ്ത്തുമ്മ ആ ഗുഡ് ടൈറ്റിൽ കിട്ടും, അതായത് ട്രൂ ഓണർഷിപ്പ് കിട്ടുമെന്നാണ് അത് പറയുന്നത്. നെക്സ്റ്റ്, സെയിൽ ബൈ ദ ബയർ ഇൻ പൊസിഷൻ ഓവർ വിച്ച് സെല്ലർ ഹാസ് സം റൈറ്റ്. അതായത് വെൻ ഗുഡ്സ് ആർ സബ്ജക്റ്റ് ടു സം ലീൻ ഓർ റൈറ്റ് ഓഫ് ദ സെല്ലർ, അതായത് അൺപെയ്ഡ് പ്രൈസ്. ഇപ്പോൾ ഒരു ബയ്യർ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് കറക്റ്റായിട്ട് പൈസ കൊടുത്തില്ല, പൈസ കൊടുക്കാണ്ട് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് പിന്നെയും അത് ലീൻ ചെയ്യാനോ അതുപോലെ പിന്നെ സെയിൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് പറയുന്നത്, വെൻ ഗുഡ്സ് ആർ സബ്ജക്റ്റ് ടു സം ലീൻ ഓർ റൈറ്റ് ഓഫ് ദി സെല്ലർ, ദ ബയർ മേ സെൽ, പ്ലെഡ്ജ് ഓർ അതർവൈസ് ഡിസ്പോസ് ഓഫ് ദി ഗുഡ്സ് ടു തേർഡ് പാർട്ടി ആൻഡ് ദ ബയർ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ ടു ദി ഗുഡ്സ് ആസ് എഗെയിൻസ്റ്റ് ദ ഒറിജിനൽ ബയർ. അതായത് ഇപ്പോൾ ഗുഡ്സ് അൺപെയ്ഡ് ആണെങ്കിൽ, അതിൻ്റെ പ്രൈസ് മുഴുവനായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ബയർക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ പ്ലെഡ്ജ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാം ടു തേർഡ് പാർട്ടി ആൻഡ് ഗെറ്റ് ദ ഗുഡ് ടൈറ്റിൽ ഫ്രം ദി ഒറിജിനൽ ബയർ. നെക്സ്റ്റ്, സെയിൽ അണ്ടർ പ്രൊവിഷൻസ് ഓഫ് അതർ ആക്ട്. ഇതിൽ 3 സിറ്റുവേഷനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ്, സെയിൽ ബൈ എ ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസ്. ചില സർക്കംസ്റ്റൻസിൽ ഈ ലോസ്റ്റ് ഗുഡ്സ് കളഞ്ഞു കിട്ടുന്ന ഫൈൻഡർ, അതായത് ഇപ്പോൾ പെറിഷബിൾ ഗുഡ്സിൻ്റെ കേസിലൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ട്രൂ ഓണറിനെ അന്വേഷിച്ച് വരുമ്പോഴേക്കും ആ ഗുഡ്സ് നശിച്ചു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഫൈൻഡർക്ക് അത് സെയിൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്, സെയിൽ ബൈ എ ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസ്. സെയിൽ ബൈ എ പൗലി ഓർ പ്ലെഡ്ജി അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസ്. അതായത് പ്ലെഡ്ജ് ചെയ്യാനുള്ള അവകാശം ചില സർക്കംസ്റ്റൻസിലുണ്ട്. ഇപ്പം നമ്മൾ പണയത്തിന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പൈസ കൊടുത്തില്ല, സമയത്തിന് വന്നില്ലെങ്കിൽ അത് സെയിൽ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, പ്ലെഡ്ജർക്ക് ഉണ്ട്. നെക്സ്റ്റ്, സെയിൽ ബൈ ആൻ ഒഫീഷ്യൽ അസൈനി ഓർ ലിക്വിഡേറ്റർ ഓഫ് ദി കമ്പനി. അതായത് ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്റർക്ക് അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനി അല്ലെങ്കിൽ ലിക്വിഡേറ്റർ, കമ്പനിയുടെ ലിക്വിഡേറ്ററിന് ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദീസ് ആർ ദ എക്സംഷൻ ടു ദി റൂൾ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ബൈ നോൺ ഓണേഴ്സ്. ഫസ്റ്റ്, സെയിൽ അണ്ടർ ദി ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് ഓണർ ഓർ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ.
Second, sale by mercantile agent. Third, sale by one of the joint owners. Fourth, sale of the goods obtained under a void agreement. Fifth, sale by the seller in possession of the goods after sale. Sixth, sale by the buyer in possession after sale. Seventh, resale by an unpaid seller. Eighth, sale under provisions of other act. Next, assignment question. First, what are the exemption to the general rule of transfer of title by non-owners? Okay, thank you.